മാധു അങ്കിൾ ആൻഡ് അനു ചേച്ചി. കുഞ്ഞു പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വൈഗ കുട്ടി എത്തുന്നു. വെൽക്കം വൈഗ ഓൺ സ്റ്റേജ്. മകളെ എന്താ സാർ? എന്തൊക്കെയുണ്ട്? സൂപ്പർ ഡ്രസ്. സാർ നല്ല രസമുണ്ട്. താങ്ക് യു. ഇത് എനിക്ക് പ്രശോഭങ്ങള് തന്ന. പ്രശോഭങ്ങളാ? ഏത് നിങ്ങളെയൊക്കെ ഇങ്ങനെ കൊറിയോഗ്രാഫി അല്ല സ്കിറ്റ് ഒക്കെ പഠിപ്പിക്കുന്ന പ്രശോഭങ്ങളാ? അല്ലല്ല, പിന്നെ അണ്ണാ കഴിഞ്ഞ വട്ടം കൊറേ പൈസ കൊടുത്തില്ലേ? അതല്ല. പിന്നെ അതെനിക്കറിയില്ല. പ്രശോഭങ്ങൾ തന്ന ഡ്രസ്. ഈ പ്രശോഭങ്ങൾ ആരാ? ഈ പ്രശോഭങ്ങൾ അത് എന്റെ ഒരു ഫാൻസ് ആയിട്ട് വിളിച്ചത്. ഫാനാണ്. എന്നിട്ട് ഡ്രസ്സെല്ലാം അയച്ചു തരും. ഒരു സ്പീക്കർ അയച്ചു. ഹായ് പ്രശോഭ് അങ്കിൾ, ഞങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ കോളടിച്ചല്ലോ, അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടല്ലേ? അത് കൊള്ളാം. നല്ല കേൾക്കാനൊരു സുഖമുണ്ട് മക്കളെ, നമുക്ക് കിട്ടുന്നില്ലെങ്കിലും. ഏതാ തിളക്കമുള്ള പാട്ട്? ഞാൻ നിങ്ങളെല്ലാരും മയക്കാൻ വന്നു. അയ്യോ, മക്കളെ ഇപ്പോഴേ മയങ്ങി തുടങ്ങി. പറഞ്ഞതേ ഉള്ളു അണ്ണാച്ചി. അതെ അതെ. ഏതാ അത്? മയങ്ങിപ്പോയി, ഞാൻ മയങ്ങിപ്പോയി. ഞങ്ങളെ മയക്കുന്നെന്ന് പറഞ്ഞിട്ട് മോള് മയങ്ങിയ കാര്യമാ പറയുന്നത്. അത് ആരാ മ്യൂസിക് ഡയറക്ടർ? ഡീറ്റെയിൽസ് പാടിയത് ചിത്രാമ്മ, എഴുതിയത് കൈതപ്രം സാറ്, മ്യൂസിക് എം ജയചന്ദ്രൻ സാർ. പിന്നെ സിനിമ നോട്ടം, വർഷം 2006. ഒന്നുകൂടെ കൂട്ടിക്കും മോളെ. 2007. നല്ലൊരു പാട്ടാണ്. എം ജയചന്ദ്രന്റെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം കൈതപ്പുറം സാറ് അസലായിട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഞാനിത് ചിത്രയെ വിളിച്ചത് ഇറങ്ങിയ വർഷം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം റേഡിയോയിലൂടെ ഞാൻ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് ചിത്ര ഇത് പാടിയിട്ടുണ്ട്. ഇതേ വരികൾ തന്നെ പി ഭാസ്കര മാഷ് എഴുതിയിട്ട് മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി മധുമാസ ചന്ദ്രൻ വന്ന് അങ്ങനൊരു വരികളിൽ എൻ്റെ ചേട്ടൻ്റെ ഒരു മ്യൂസിക്കുണ്ട്. മക്കളെ നല്ല പാട്ട് കേട്ടോ, കുട്ടൻ്റെ നല്ല ഉഗ്രം പാട്ടാ. അതെ. അപ്പൊ മക്കള് അസാധ്യമായിട്ട് പാടും കേട്ടോ. ഞങ്ങള് സത്യത്തിൽ ഞങ്ങളെല്ലാം ശരത്തേട്ടാ ഹോൾഡ് ഓൺ. അവളെ നല്ല ഫീല് വേണം കേട്ടോ ഇതിനകത്ത്. ചിത്ര പാടിയിരിക്കുന്ന കേട്ടല്ലേ, പല സ്ഥലത്തും ഭയങ്കര സൂപ്പർ എക്സ്പ്രഷൻ ആയിട്ടിരിക്കുന്നത്. ആ വരികൾക്ക് ചേർന്ന എക്സ്പ്രഷനാണ്. മോഡുലേഷൻസ് ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.
മക്കളെ ഇവര് മൂന്നുപേരും ഉറങ്ങിപ്പോയി കേട്ടോ. ആ ഞാൻ അതിശയം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഒരൊറ്റ ഇരിപ്പായിരുന്നു. ഞെട്ടിത്തെറിച്ച ഞങ്ങളെ കണ്ടിട്ടാ. അല്ല ഞാനിങ്ങനെ ഉറങ്ങിയിട്ടേ പതുക്കെ കണ്ണുറന്ന് നോക്കിയപ്പോ ഇവർ രണ്ടുപേരും ഉറങ്ങണില്ല. ശരത്തങ്ങൾ ചാരിയൊന്നുമില്ല, അവിടെ ഇരുന്നുറങ്ങിയ. എനിക്ക് തോന്നി എവിടെയോ ഒരു അപകടം. ഞാൻ മീനോട്ട് എടുത്ത് 2007 അതെനിക്ക് മനസ്സിലായി. അണ്ണനെ അതൊന്നും ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ ഞാൻ അതിശയിച്ചിരിക്കുന്നു, ബാക്കി എല്ലാവരും ഉറങ്ങും. എവിടെ മക്കൾ എങ്ങനെ പാടി? കുഴപ്പമില്ല, കുറച്ച് മിസ്റ്റേക്ക്. ആ കുഴപ്പമില്ല, അത് തന്നെയാണ് സത്യം കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിത്ര തന്നെയാണ്. ചിത്ര ചേച്ചി കാരണം ഇത്രയും മനോഹരമായിട്ട് പാടി വെക്കരുതായിരുന്നു. ചിത്ര അത്രത്തോളം ഇൻവോൾവ് ചെയ്ത് പാടി വെച്ചിരിക്കുകയാണ്. അത് കേട്ട് 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 വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാല് മോള് പാടും, മോളുടെ പ്രായത്തിന് വെച്ച് ഇത് സൂപ്പറാണ്. അതെ, അതെ. മോള് പാടി കേട്ടോ. ചരണം പിന്നെ മനസ്സിലായിട്ട് പാടി. ആ ചരണം നന്നായിരുന്നു. അതിന്റെ ഏറ്റവും അത്രമേൽ ആ ഒരു പോർഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതെ, അതെ. കാരണം ഞാൻ ഈ പാട്ട് ഒത്തിരി കേട്ടതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒരുപാട് ശ്രുതി മോടെ പല സ്ഥലത്തും അങ്ങോട്ട് കുറച്ച് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതിന് ശ്രുതി ഒരു ഇഞ്ച് പോലും പോയാൽ, ആ ശക്കലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് പറയുന്നത്, അപാകത തോന്നും. നമുക്ക് നിക്കത്തില്ല, നമ്മുടെ കൈ നിക്കത്തില്ല. അപ്പൊ അങ്ങനെ എന്തേ നീ ഇന്നെന്തേ, അതുപോലെ തന്നെ സമഗപ്പ പഞ്ചമത്തി കൊണ്ട് നിർത്തുന്നില്ലേ, അവിടെ ശ്രുതി ചേർന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ജന്മം, ഈ ജന്മം, അവിടെ ഒന്നും എനിക്ക് അത്ര നോട്ട് അപ് ടു ദ ലെവൽ. ബട്ട് ഒരു കൊച്ചുകുട്ടി പാടുന്നു എന്നുള്ള ഒരു രീതിയിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നന്നായിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. മോള് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ശരിക്കുള്ള പാടി വെച്ചിരിക്കുന്നതിൻ്റെ ഒരിത്, അത് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ശരിക്കുള്ള ആ സിംഗർ പാടിയതുപോലെ മറ്റാർക്കും പാടാൻ പറ്റില്ല. അപ്പം ദാസേട്ടനായാലും ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതെ അതെ. എങ്കിലും പ്രതീക്ഷിക്കും, കാരണം നമ്മുടെ പ്രേക്ഷകർ അതാണല്ലോ. ബട്ട് യു ഡിഡ് ജസ്റ്റിസ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് താങ്ക് യു സർ. കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ ആകെയുള്ള ഒരു കുഴപ്പം, ഈ ഒരു പല്ലവിയില് മോള് കുറച്ച് അതെ. സ്റ്റഡി അല്ലായിരുന്നു. അവിടെ ഇവിടെ കുറച്ച് ചേരായികയും അത് മോൾക്ക് തോന്നിയോ? നമ്മൾ തോന്നണം. ആ തോന്നിയല്ലേ വലിയ അപകടമാണ് മോളെ കേട്ടോ. നോക്കണം മക്കൾ, എപ്പോഴും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു 5 മിനിറ്റിലായിരിക്കണം മോളെ. നമ്മൾ ഒരിക്കലും അത് അങ്ങോട്ട് കാണിച്ചു പിന്നെ നമ്മുടെ കൈ വിട്ടു പോയാൽ അത് ദൈവാധീനം കുറച്ച് കുറവാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അല്ല വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. ഉഗ്രമായിട്ട് പാടുന്ന കുട്ടിയാണ്. മക്കൾ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പല ഏരിയ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കുറച്ചൊരു സ്റ്റഡി ആയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം മക്കൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അസാധ്യ പാട്ടുകാരെ ഒരു സംശയമില്ല കേട്ടോ. നല്ല ജ്ഞാനസ്ഥയാണ്. പല ഏരിയയും ശരത്തങ്ങൾ ഞെട്ടിപ്പോയി. സത്യം കുട്ടം കേട്ടാൽ തന്നെ കുട്ടനും ഞെട്ടും ശരിക്കും കേട്ടോ. അപ്പം മക്കള് കുറച്ചും കൂടെ അതൊക്കെ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഓ എന്ത് ചെയ്യാൻ ഞങ്ങൾ ഉറങ്ങിയാല്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. Thank you, sir. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടിയതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേട്ടോ. ചരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചരണം എത്തിയപ്പോഴാണെന്ന് ശരിക്കും അതിലേക്ക് ലയിച്ച് വന്നു തുടങ്ങിയത്. ജന്മം എന്നുള്ള വാക്ക് പറയുമ്പോൾ ജന്മം എന്ന് പറയുന്നുണ്ട്. ജന്മം അത് ഈ ജന്മം എന്നുള്ളതുകൊണ്ടാണ് അത് ഈ ജന്മം. അല്ല, രണ്ടാമത്തിലാണ് ഈ ഉള്ളത്. തുടക്കത്തില് ജന്മം മാത്രം. അതെ, അങ്ങനെ ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. ജന്മം എന്ന് പറയുമ്പോ ജന്മം എന്ന് പറയും. സുഖമാണോ? സുഖം എന്ന് പറയും. അസുഖം എന്നാ പറയുന്നത്. അപ്പൊ അതൊന്ന് നോക്കണം കേട്ടാ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉഗ്രനായിട്ട് പാടി. ചരണം അസലായിട്ട് പാടി. താങ്ക് യു മാം. അതിമനോഹരമായിരുന്നു. എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ അഫ്കോഴ്സ് പല്ലവി നമുക്ക് തുടക്കം തന്നെ കുറച്ച് ശരിക്കും ആ നോട്ടിന്റെ ഫിക്സിങ് കറക്റ്റ് ആയിട്ടില്ല. എവിടെയാണ് തുടങ്ങുന്നത് പാസ അത് കറക്റ്റായിട്ട് പ്ലേസ്മെന്റ് കിട്ടിയാൽ തന്നെ അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. ഈ പാട്ട് ഒരു ബേഗഡ രാഗം എന്ന് കേട്ടിട്ടുണ്ടോ? ബേഗഡ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോ ഇത് ആ രാഗത്തിനെ ബേസ് ചെയ്താണ് കുട്ടൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബേഗഡ രാഗം എന്ന് വെച്ചാ പസ കരേഗ ഇങ്ങനെ ആ രാഗത്തിന്റെ ഫ്രേസസിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ടിൽ വെച്ചിട്ടുണ്ട് കുട്ടൻ ചേട്ടൻ. ഗമ പദ പസ അങ്ങനെയല്ല
മാഗരിസ നീരപ മാഗരിസ. ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഫ്രേസാണ് ഈ ബേഗഡായിൽ. അപ്പോൾ ഒരു പാട്ട് പഠിക്കുമ്പം നമുക്ക് ഇത് ഈ ക്ലാസിക്കൽ രാഗത്തിൻ്റെ ബേസ് അല്ലേ ഈ പാട്ട്. അപ്പോൾ ആ രാഗം ഒന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ഈ പാട്ടിന് കുറച്ചുകൂടി നമുക്ക് ആസ്വദിച്ച് പാടാം, അതിനെ ഫലിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഫ്രേസസ് ഒക്കെ ഈ രാഗത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് കിട്ടിയാൽ തന്നെ ഈ പാട്ടിൻ്റെ രസം നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പൊ ഇനിയൊരു പാട്ട് പഠിക്കുമ്പോൾ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള പാട്ട്, ക്ലാസിക്കൽ രാഗ ബേസ്ഡ് പാട്ടെങ്കിൽ ആ രാഗത്തിനെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. അപ്പൊ ഇനി ചെയ്യല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സോ വൈഗക്കുട്ടി, വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സർ. ആടി ഒരു MJ പുക്കുട്ടി. താങ്ക് യു സർ. വൈഗക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ടാറ്റാ. സ്വരസന്ധിയിൽ പാട്ടിന്റെ കുഞ്ഞു ചന്തം പകർന്ന് മിടുക്കി പാട്ടുകാരി നമ്മുടെ ദ്രൗപദി കുട്ടി എത്തുന്നു. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. സുഖം. എന്തെങ്കിലും പറ കുഞ്ഞ. എല്ലാവരും പാട്ട് കേട്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോൾ എല്ലാവരും വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അതൊരു റെക്കഗ്നിഷൻ ആണ്. ഒരു സെൽഫി ഒക്കെ കൂടെ വന്ന് എടുക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യം മോളെ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പാടിയിട്ട് ഒരു 20-30 സിനിമ ആയപ്പോഴും ഞാൻ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയി. ഐ തിങ്ക് ഇറ്റ്സ് 1986 പോയപ്പോഴത്തേക്ക് എന്നെ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇന്നത്തെ യുഗം ഡിജിറ്റൽ യുഗമാണ്. ഇവിടെ